പൾസർ സുനിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള വിക്ടിമിന്റെ പേരെടുത്തോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ അല്ലാതെ അവിടെ വെച്ച് കളിയാക്കുന്നത് ഞങ്ങൾ എല്ലാവരും, ഞാനാണെങ്കിലും ലക്ഷ്മിയാണെങ്കിലും കളിയായിട്ട് എടുത്തിട്ടുള്ളൂ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞാനത് ബ്രദറിനെ പോലെ നോക്കിയ ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ബ്രദറിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവന്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ആ ചോദ്യം ഓൾറെഡി അവര് സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്ന ചോദ്യമാണ്. 21 ചോദ്യങ്ങളെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. 4 ജഡ്ജസിൽ ആര് വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവസാനമൊക്കെ ആയപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊക്കെ കാണിച്ചിരിക്കുന്ന അതിനകത്ത് ഇട്ടിരിക്കുന്ന എഡിറ്റഡ് വേർഷൻ ആണ്. വിശ്വാസം വരണില്ലല്ലേ? കുട്ടി വോയിസ് റേസ് ചെയ്തിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ അതിലുണ്ടാവില്ലായിരുന്നു. അപ്പൊ ഉണ്ടാവാതെ ഞാൻ അത് കളിയാക്കി ചോദിച്ചതാണ്. അതിനെ എടുത്ത് വേറെ രീതിയിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടാണ് അത് കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. അത് ഓർഗനൈസേഴ്സ് 21 ക്വസ്റ്റ്യനെ തന്നിട്ടുള്ളൂ. അതിനകത്ത് 21 കണ്ടസ്റ്റൻസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലല്ലോ. കാണിച്ചെങ്കിൽ കണക്കായി പോയി. ഈ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യത്തില് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് ഗട്ട്സോട് കൂടി പറയാം എനിക്ക് ഈ നടിനെയാണ് ഇഷ്ടം, ബിക്കോസ് അവർ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതൊരു കോൺട്രവേഴ്സി വിഷയമാണല്ലോ ഓൾറെഡി. അപ്പൊ അത് എടുത്ത് മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. സത്യത്തിന്റെ മുഖം വികൃതമാണ്. ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, സത്യം പറയണം. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ? ചേച്ചിക്ക് ഇപ്പോഴും ഉറപ്പില്ല, ഷുവാരിറ്റി ഇല്ല. അത് ഉത്തരം പറ. അത് എനിക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷെ ഉറപ്പിച്ച് പറയാം, ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയി. ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കെട്ടുന്നു. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്ന് ശരി.